ഫ്രണ്ട്സ്, പത്രമാനത്തിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നന്ദുവിനെ ആണെങ്കിൽ ആദർശ് ആനിയും കൂടി രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നയനെ ചോദിക്കുകയാണ് എന്താ പറ്റിയത് നന്ദുവിനെ എന്ന്. അപ്പോൾ ആദർശ് പറയും വലിയൊരു അപകടത്തിൽ നിന്ന് നന്ദുവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണെന്ന് ആദർശ് പറയും. നന്ദുവിനെ ഒരുപാട് ഗുണ്ടകൾ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു, അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നതെന്ന് പറയും. അപ്പോൾ കനക ചോദിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുകയാണ് അനാമിക അവളുടെ അച്ഛനായിരിക്കും, അല്ലാതെ പിന്നെ ആരാ ഇങ്ങനെയൊക്കെ നന്ദുവിനെ ചെയ്യാൻ. നന്ദു ഒരുപാട് അടിയൊക്കെ അനാമികയ്ക്ക് കൊടുത്തതല്ലേ, അതിൻ്റെ ദേഷ്യമൊക്കെ നന്ദുവിന് കാണും, അതുകൊണ്ട് നന്ദുവിനെ പിടിച്ച് വെച്ചതായിരിക്കും ഗുണ്ടകളെ പറഞ്ഞു വിട്ട്. അപ്പോൾ നയന പറയുകയാണ് അങ്ങനെ അനാമികയെന്ന് പറയാനൊന്നും പറ്റത്തില്ല, നന്ദുവിന് നേരത്തെയും ഒരുപാട് പേർ ചേർന്ന് അടികളുണ്ടാക്കി, അങ്ങനെ ചിലർക്കൊക്കെ നന്ദുവിൻ്റെ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതിലാരെങ്കിലും ആയിരിക്കും എന്നും നയന പറയുമ്പോൾ കനകയും പറയുകയാണ് ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അവൾക്ക് നേരത്തെയും ശത്രുക്കളുണ്ടായിരുന്നു, ചിലപ്പോൾ അങ്ങനെ വല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുകയാണ് അമ്മയുടെ ആശുപത്രി വാസവും വീട്ടിലെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അനാമികയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമുള്ളവൾ നമ്മളെ വീട്ടിൽ വേണോ എന്ന് അനി ആദർശിൻ്റെ ചോദിക്കുന്നു. പിശാചിൻ്റെ മനസ്സുമായി നടക്കുന്നവരുടെ സ്വഭാവം മാറ്റാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നയനെ പറയുന്നത് വെറുതെ അവനെ ചൂട് പിടിപ്പിക്കാൻ നിൽക്കേണ്ട ആദർശേട്ടാ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവൻ അനാമികയുമായിട്ട് ഒത്തുചേർന്ന് പോവുകയുള്ളൂ, ഇല്ലെങ്കിൽ അവർ തമ്മിൽ വേർപിരിയേണ്ടി വരും. നിങ്ങൾക്കൊക്കെ സത്യം അറിയാമായിരുന്നല്ലോ, നന്ദു അനിയുമായിട്ടുള്ള ബന്ധം എന്നെ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ അനാമിക അനിയുടെ ജീവിതത്തിൽ വരുമായിരുന്നു, അത് ഞാൻ മുളയിലേ നുള്ളുമായിരുന്നില്ലേ. കഴിഞ്ഞ് നയന നന്ദുവിനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കനക പറയണം എനിക്ക് നല്ല പേടി തോന്നുന്നു, ഇനി ജോത്സ്യൻ പറഞ്ഞത് വല്ലതും അതുപോലെ നടക്കുമോ എന്ന്. സത്യമാവാൻ നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ കനക പറയുകയാണ് ആ ജോത്സ്യൻ അത്രയ്ക്കും തറപ്പിച്ചാണ് പറഞ്ഞ ആ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ മോളുടെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ആവാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് ഗോവിന്ദനും പറയുന്നു. ഒന്നും സംഭവിക്കില്ല എന്ന് കനകയെ സമാധാനിപ്പിക്കുകയാണ് ഗോവിന്ദൻ. ഇത് കഴിഞ്ഞ് അനാമികയാണെങ്കിൽ രേണുവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, പഴയതുപോലെ അച്ഛൻ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അനാമിക. അവളുടെ മരണം ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ അവൾ ഒരു പുറൽ പോലും ഏൽക്കാതെ അവൾ തിരിച്ചു വന്നു. അച്ഛൻ്റെ കയ്യിരുന്ന പൈസയും പോയി, എൻ്റെ സ്വർണ്ണം ആകപ്പാടെ ഉണ്ടായിരുന്ന സ്വർണം വിറ്റാണ് ഇതിനുള്ള പൈസ തന്ന, എന്നിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അനാമിക ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് നല്ല അവസരം കിട്ടും മോളെ എന്ന് വേണു പറഞ്ഞ് അനാമിക ആശ്വസിപ്പിക്കാൻ പോകുമ്പോൾ അനാമിക പറയുകയാണ് ഈ വന്ന അവസരത്തിനേക്കാൾ ഇനി ഏത് നല്ല അവസരം കിട്ടാനാ എന്ന് അനാമിക ദേഷ്യത്തോടെ പറയുന്നു. അപ്പോൾ രേവതി പറയുന്ന അവരെ തമ്മിൽ പിരിപ്പിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം കൊണ്ട് അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോളുടെ ഈ താലിക്ക് ഒരു വിലയും കാണത്തില്ല എന്നും രേവതി പറയുമ്പോൾ അനാമിക പറയുകയാണ് അല്ലെങ്കിലും എൻ്റെ താലിക്ക് ഒരു വിലയില്ല തന്നെ, അവൻ ആ വീട്ടിലുണ്ടെന്നൊരു ചിന്ത പോലുമില്ല, ബെഡ്റൂമിൽ ഞാനുണ്ടെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെയാണ് അവൻ ജീവിക്കുന്നത്. എന്നിട്ട് വേണു അനാമികയോട് പറയുന്ന മോളിനി സൂക്ഷിക്കണം, ഇനി അവളുടെ മുമ്പിൽ പോയെന്ന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് അനാമികയെ ഉപദേശിക്കുകയാണ് വേണു. അപ്പോൾ അനാമികയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമാണ് വരുന്നത്. അനാമിക നന്ദുവിൻ്റെ മരണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇതൊന്നും നടക്കാത്തതുകൊണ്ട് അനാമിക അതിൻ്റെ ദേഷ്യം വേണുവിൻ്റെയോട് തീർക്കുന്നു. അപ്പോൾ അനാമിക പറയുകയാണ് ഈ സംഭവം അനി അറിയുകയാണെങ്കിൽ അനിക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യം കൂടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനാമിക ആകെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് ദേവയാനി മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നയനയാണെങ്കിൽ നമ്മുടെ വീട്ടിന് വേണ്ടി ഇങ്ങനെ ഓരോന്ന് നല്ല പ്രവൃത്തികൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് ചിന്തിക്കുകയാണ്. നയന നന്മകളുള്ള പെൺകുട്ടിയാണ്, ദേവയാനിയെ അമ്മാവിയമ്മയായിട്ടല്ല കണ്ടത്, സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദേവയാനി ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ദേവയാനി റൂമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് ചെന്നിട്ട് പറയുകയാണ് എല്ലാവർക്കും ആത്മാഭിമാനവും അന്തസ്സും ഉണ്ടമ്മേ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, ദേവയാനിക്ക് മനസ്സിലാവില്ല എന്ന് പറയാം. അപ്പോൾ അമ്മ വിളിക്കാതെ നയന വരത്തില്ല എന്നാണ് പറയുന്നതെന്ന്. അമ്മ വിളിച്ചാൽ മതി, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് ആദർശ് പറയുമ്പോൾ ദേവയാനി പറയുകയാണ് എങ്കിൽ ഞാൻ വിളിക്കുന്നില്ല, നീ അവളെ കൂട്ടിക്കൊണ്ട് വരെയും വേണ്ട എന്ന്, നീ അവൾക്ക് വേണ്ടി ഒരു നല്ല വീടെടുത്ത് കൊടുത്തിട്ടില്ലേ, അവൾ ആ വീട്ടിൽ നിന്നോട്ടെ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് എന്തിനാ അമ്മ ഈ വാശിയൊക്കെ, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് ആദർശ് പറയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്തിൽ ചെയ്യണമെന്ന്. അപ്പോൾ ദേവയാനിയും പറയുന്നു ഞാനും അത് തന്നെ പറയുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തിൽ ചെയ്യണമെന്ന്. അപ്പോൾ ആദർശിൻ്റെ ദേവയാനി പറയുകയാണ് അന്ന് ഞാൻ നിൻ്റെ അടുത്ത് കരൾ ദാനം ചെയ്ത പെൺകുട്ടിക്ക് വേണ്ടി 50 ലക്ഷം രൂപ വരെ ചെക്ക് ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് അവർ ഇതുവരെയ്ക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് അന്നേ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ ആ പെൺകുട്ടിയും ഭർത്താവും ഇവിടെ ഇല്ല എന്ന്.
പിന്നെ എങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ഇട്ട് കൊടുക്കുക എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് അതൊന്നും അവർക്ക് ഇഷ്ടമാവില്ല അമ്മ എന്ന്. അപ്പോൾ ദേവയാനി പറയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ പെൺകൊച്ചിനെ കണ്ടേ തീരുള്ളൂ എന്ന്. ആ ഡോക്ടർ പറഞ്ഞതല്ലേ എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് നിൽക്കില്ലെന്ന്. എൻ്റെ സന്തോഷമാണ് നിങ്ങൾ നോക്കേണ്ടത്. എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടേ തീരുള്ളൂ. എൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ നടത്തി തരേണ്ടതെന്ന് ദേവയാനി കടുപ്പിച്ച് പറയുന്നു. ആദർശാണെങ്കിൽ വലിയ സങ്കടത്തിൽ പെടുകയാണ്. എന്നിട്ട് ആദർശ് പറയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന്. അപ്പോൾ ദേവയാനി പറയണ ശരി നീ ഇവിടെ നിന്നിട്ട് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കുകയെന്ന്. അപ്പോൾ ദേവയാനി അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ആദർശ് ഫോൺ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് മനസ്സിൽ ആലോചിക്കുകയാണ് എന്നെ തന്നെ ഞാൻ തന്നെ വിളിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്ന്. എന്നിട്ട് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ആദർശ് പറയുകയാണ് കിട്ടുന്നില്ല അമ്മ, ഔട്ട് ഓഫ് കവറേജ് ആണെന്നൊക്കെ പറയുന്നു. ദേവയാനിക്ക് നല്ല സംശയമാണ് തോന്നുന്നത്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ഇനി ജീവിതകാലം മുഴുക്കെ ഇത് ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കുമോ എന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുക എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ അമ്മ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ എന്ന്. എന്നിട്ട് ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കള്ളത്തരം നടന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ സംശയങ്ങളും വെച്ചാണ് ദേവയാനി നിൽക്കുന്നത്. അപ്പോൾ ആദർശ് പറയും ഞാൻ പോകുന്നു എന്ന് പറയുന്നത് ആദർശ് അവിടെ നിന്ന് ഇറങ്ങി നേരെ അനിയുടെ അടുത്താണ് വരുന്നത്. എന്നിട്ട് അമ്മയ്ക്ക് നല്ല വാശിയിലാണ്. അതിനേക്കാളും വാശിയിൽ നയനയാണ് എങ്കിലും ഇരിക്കുന്നു. അമ്മ വിളിക്കാതെ അവൾ വരത്തില്ലെന്നാണ് അവളും പറയുന്നത്. അപ്പോൾ നവ്യ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആനി പറയുകയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ആയാൽ ആ സത്യങ്ങൾ അതിന് തുറന്ന് പറയേണ്ടി വരുമല്ലോ ആദർശേട്ടാ എന്ന് ആനി ചോദിക്കുമ്പോൾ ആദർശം പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നവ്യയാണെങ്കിലും പറയുന്നു നയന അമ്മായി വിളിക്കാതെ വരത്തില്ല എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത് എന്ന്. ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് നവ്യ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് നിവർത്തിയില്ലെങ്കിൽ പറഞ്ഞല്ലേ പറ്റുള്ളൂ, ഇപ്പം തന്നെ അമ്മയ്ക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട്, അമ്മ കരൾ കൊടുത്ത പെൺകുട്ടിയെ തിരക്കുകയാണ് എന്ന്. എന്നിട്ട് ആദർശ് പറയുകയാണ് എന്തായാലും നയനയിലേക്ക് ആ സംശയം പോയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കനി കാണുകയാണ്. കനി കാണുമ്പോൾ ആദർശിൻ്റെ പറയണത് ആ വല്യമ്മ വരുന്നു എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന നടന്നതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഒന്നുമില്ല എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് നയനീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് നമ്മൾ സംസാരിച്ചതെന്ന്. എന്താ നയനയ്ക്ക് കയ്യും കാര്യമില്ല അവൾക്ക് ഇങ്ങോട്ട് വരാനെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് അമ്മാവി ഇങ്ങനെ വിളിക്കാതെ ഇരിക്കുമ്പോൾ അവൾ വരത്തില്ല എന്നുള്ള വാശിയിലാണ്. അപ്പോൾ അനി പറയുകയാണ് ഏട്ടനാണെങ്കിലും നല്ല ആഗ്രഹമുണ്ട് ഏട്ടത്തി ഇവിടെ വേണമെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് അവനെ വേണമെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് വരട്ടെ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആദർശ് പറയുകയാണ് എന്തിനാ അമ്മ ഈ വാശി കളഞ്ഞൂടെ, അമ്മ വിളിക്കാതെ അവൾ ഇങ്ങോട്ട് വരത്തില്ല എന്ന്. നിനക്കെന്തായാലും തോന്നും നിന്റെ ഭാര്യയുടെ മുമ്പിൽ നിന്റെ അമ്മ തോൽക്കണമെന്ന്, പക്ഷേ അമ്മമാരൊന്നും അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറാകത്തില്ല എന്ന്. അപ്പോൾ ദേവയാനി താഴാനൊട്ടും തയ്യാറല്ല. ഇത് മനസ്സിലാക്കുന്ന ആദർശ് അവിടെ വെച്ച് സംസാരം നിർത്തുന്നു. എന്നിട്ട് ദേവയാനിയെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വാമ പോവാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് അനിയുടെ അടുത്ത് നവ്യ ചോദിക്കുകയാണ് നീ എന്താ അനാമികയെ വിളിക്കാൻ പോകുന്നില്ലേ എന്ന്. അപ്പോൾ അനി പറയുകയാണ് ഞാനെന്തിനാ അവളെ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന്. ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ ഭാര്യയെ വിളിക്കാൻ നിൽക്കുന്ന ഏട്ടനെ അത്രയ്ക്ക് മാത്രം ഏട്ടൻ്റെ ഭാര്യ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നെ അവൾ സ്നേഹിക്കുന്നില്ലല്ലോ, അവളുടെ അമ്മായിയമ്മ അവൾക്ക് കുറേ താഴ്ന്നു കൊടുക്കുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് മുത്തശ്ശൻ ഡോക്ടറുടെ അടുത്ത് അസുഖ വിവരങ്ങൾ തിരക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡോക്ടർ മുത്തശ്ശനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനോട് ഡോക്ടർ പറയുകയാണ് വലിയ അത്ഭുതമാണ് സംഭവിച്ചത്, നിങ്ങളുടെ രോഗം പൂർണ്ണമായി മാറിയിട്ടുണ്ട്, സാറിൻ്റെ കാര്യത്തിൽ അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. മുത്തശ്ശനാണെങ്കിൽ അപ്പോൾ നല്ല സന്തോഷമാണ് തോന്നുന്നത്. എന്നിട്ട് പറയുകയാണ് ഇതെന്തായാലും വീട്ടിലാരും അറിയണ്ട എന്ന്. എനിക്ക് രോഗമുള്ളതുകൊണ്ട് വീട്ടിലെല്ലാവരും പേടിക്കുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്. എല്ലാവരും എനിക്ക് നന്മ ആഗ്രഹിക്കുന്നവരല്ല, ചിലരൊക്കെ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അത് കാരണം എന്തെന്ന് വെച്ചാൽ സ്വത്ത് ഭാഗം വയ്ക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എൻ്റെ രോഗം പൂർണ്ണമായി മാറണമെന്ന് ആഗ്രഹമുള്ളവരുമുണ്ട് ആ വീട്ടിൽ. എന്നാലും ഇതാരും ഇപ്പോഴറിയണ്ട എന്ന് രഹസ്യമാക്കി തന്നെ വെക്കണമെന്ന് ഡോക്ടറോട് മുത്തശ്ശൻ പറയുന്നു. എന്നിട്ട് മുത്തശ്ശൻ ഡോക്ടറെ അടുത്ത് പറയുകയാണ് നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് നല്ല സന്തോഷത്തിൽ മുത്തശ്ശന് നല്ല സന്തോഷമുണ്ട്. ഡോക്ടറിനടുത്ത് രഹസ്യമായി പറയാൻ പറഞ്ഞ കാര്യം ഡോക്ടർ രഹസ്യമായി സൂക്ഷിക്കും എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിയുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് മുത്തശ്ശൻ വീട്ടിലേക്ക് വരാനുള്ള സമയമായിട്ട് വരാത്തതിൽ നല്ല വിഷമിച്ച് മുത്തശ്ശി ഇരിക്കുകയാണ്. ഡോക്ടറെ അടുത്ത് കാണാൻ പോകുന്നതല്ലേ പറഞ്ഞ് നിന്നിട്ട് മുത്തശ്ശനെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി ജയനോട് പറയുകയാണ് നീ ഒന്ന് ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കാം, അച്ഛനെ വിവരം തിരക്കാമെന്ന്. അപ്പോൾ ജയൻ പറയുകയാണ് അച്ഛൻ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അങ്ങനെ അച്ഛൻ വന്നു എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് ദേവേനി വരെ എന്താ അച്ഛൻ വന്നു എന്ന്. അപ്പോൾ അവർക്കൊക്കെ ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ്. ഡോക്ടറെ കാണാൻ പോയതല്ലേ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ.
അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, രോഗത്തിന് എൻ്റെ ശരീരത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട് എന്ന്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ് ഒരു മാറ്റവും ഇല്ല അച്ഛാ എന്ന്. ഒരു മാറ്റമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജയനാണെങ്കിൽ നല്ല സങ്കടമാണ് തോന്നുന്നത്. മലയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ച അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടിയാണ്. അങ്ങനെ ആദ്യം അച്ഛൻ്റെ അസുഖത്തിന് വേണ്ടിയാണ് ഞാൻ മലയ്ക്ക് പോയത് എന്ന് കാര്യമായിട്ട് തന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് എന്ന്. ആദ്യം അച്ഛൻ്റെ അസുഖം മാറണമെന്നും രണ്ടാമത് നയനയും ദേവയാനിയായിട്ടുള്ള പിണക്കം മാറണം എന്നുള്ള കാര്യത്തോടെയാണ് ഞാൻ മലയ്ക്ക് പോയത് എന്ന്. വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിന് ദൈവങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ല, വീട്ടിലുള്ളവരുടെ സ്വഭാവം കൂടി മാറണ്ടേ. വീട്ടിലുള്ളവർ നന്നായിട്ട് മുന്നോട്ട് പോകണം. വീട്ടിലുള്ളവരുടെ മനസ്സൊന്നും ശുദ്ധമല്ല. വീട്ടിലുള്ളവർ നന്നായാൽ മാത്രമേ അസുഖം മാറുകയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. മുത്തശ്ശൻ പറയുകയാണ് ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നൈനമോൾ ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു മനസ്സിന് വല്ലാത്ത സുഖമില്ലായ്മ, സങ്കടം ഉള്ളത് കൊണ്ടായിരിക്കും മരുന്നൊന്നും കഴിച്ചിട്ട് ശരീരത്തിൽ ഏൽക്കാത്തത് എന്ന്. അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് കിളവൻ്റെ അടുത്ത ഐഡിയ അവളെ നൈനെ ഇനി വിളിച്ചുകൊണ്ട് വരാനുള്ള പുതിയ അടവായിരിക്കുമെന്ന്. അച്ഛൻ്റെ രോഗം മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത്. ദേവയാനിക്ക് ജയനും ഭയങ്കര സങ്കടവും ആവുന്നു. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ നയനെ നോക്കിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. നയന മുത്തശ്ശനെ നോക്കിയതും അന്വേഷിച്ച കാര്യങ്ങളൊക്കെ. എന്നിട്ട് മുത്തശ്ശിയും പറയുകയാണ് നയന പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇപ്പം നയന ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ മുടങ്ങിയാണ് കിടക്കുന്നത്. വല്ലപ്പോഴും ഒരുക്കാൻ ഞാൻ പോയി വൃത്തിയാക്കുന്നത്, ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അതിനൊന്നും സമയമില്ലല്ലോ എന്ന്. വേനി നയനമോളും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പൂജാമുറിയിൽ വിളക്ക് പോലും ആരും കൃത്യസമയത്ത് വെക്കുന്നതില്ലല്ലോ. പിന്നെ കുടുംബദേവതകൾ എങ്ങനെയാണ് കടാക്ഷിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് അതിനുശേഷം ജയനും നയനയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അച്ഛനും അമ്മയും നയന വേണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇയാളുടെ അവസ്ഥ അറിയാമെന്നുള്ളത് കൊണ്ടാണ് അച്ഛൻ നേരിട്ട് അത് പറയാത്തതെന്ന്. അപ്പോൾ ജലജ പറയുകയാണ് ഇതെല്ലാം അച്ഛൻ്റെ അടവാണെന്ന് തോന്നുന്നു നയനയെ കൊണ്ടുവരാനുള്ള എന്ന്. അപ്പോൾ മിണ്ടരുതടി, ഇങ്ങനെയൊന്നും പറയരുത്, അച്ഛൻ നന്നായിട്ട് നയന വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വയസ്സായവർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരുടെ ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്ന് ജയനും പറയുന്നു. ജയൻ പറയുമ്പോൾ ദേവയാനി അതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.